കാറും ബൈക്കൊക്കെ വാടകയ്ക്ക് എടുക്കുന്ന പോലെ ഭാര്യമാരെ വാടകയ്ക്ക് എടുക്കാന്ന് കേട്ടിട്ടുണ്ടോ? മധ്യപ്രദേശില് ശിവപുരി ജില്ലയിലുള്ള ഉൾനാടൻ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്നത്. ഇതില് ഞെട്ടിക്കുന്ന കാര്യം എന്ന് വെച്ചാല് സ്ത്രീകളെ ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത് അവരുടെ അടുത്ത റിലേറ്റീവായ ഭർത്താവോ അച്ഛനോ അമ്മയോ സഹോദരങ്ങളൊക്കെ തന്നെയാണ്. അതുമാത്രമല്ല അവരുടെ ഏജ്, സ്കിൻ ടോൺ, ബോഡി ഷേപ്പ്, വെർജിനോ നോൺ വെർജിൻ എന്നൊക്കെ നോക്കിയിട്ടാണ് ഓരോ സ്ത്രീക്കും വിലയിടുന്നത്. സ്ത്രീകൾക്ക് കൂടുതൽ വില കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യാനും അതേപോലെ തന്നെ ബോഡി ഷേപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടും പലതരത്തിലുള്ള ഡ്രഗും അവരുടെ പാരൻസും ഭർത്താക്കന്മാരും സ്ത്രീകൾക്ക് നൽകുകയും ചെയ്യുന്നു. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് രേഷ്മ എന്ന് പറയുന്ന 8 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ പാരൻസ് ഒരു വർഷത്തേക്ക് റെൻറ്റ് നൽകിയത് 6000 രൂപയ്ക്കാണ്. ഒരു വർഷം കഴിഞ്ഞിട്ട് ആ കുട്ടി തിരിച്ച് വീട്ടിലേക്ക് വരികയും ആ പാരൻസ് വീണ്ടും ആ കുട്ടിയെ വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ 9 തവണയാണ് ഈ കുട്ടിയെ പാരൻസ് വിറ്റത്. ഇതിനു വേണ്ടിയിട്ട് 10 രൂപ മുതൽ 100 രൂപ വരെയുള്ള സ്റ്റാമ്പ് പേപ്പറിൽ എത്ര കാലത്തേക്കാണ് എത്ര രൂപക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും വേണം. ഈ കരാറ് തീരുന്ന സമയത്ത് ഈ സ്ത്രീയെ ഇതിൻ്റെ ഇടനിലക്കാർ കൂടുതൽ വിലയ്ക്ക് മറ്റൊരാൾക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ നേരത്തെ വാങ്ങിയ ആൾക്ക് തന്നെ കൂടുതൽ വിലക്ക് കരാറ് പുതുക്കി നൽകുകയോ ചെയ്യുന്നു. കരാറ് നിലനിൽക്കെ ഈ വാങ്ങിയ ആൾക്ക് ഈ സ്ത്രീയെ മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുക്കാനും കഴിയും. അതുമാത്രമല്ല ഈ സ്ത്രീകൾക്ക് ഈ കരാറിൽ നിന്ന് പിന്മാറാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് ആദ്യം സത്യവാങ്മൂലം നൽകുകയും മുൻകൂട്ടി നിശ്ചയിച്ച പണം തിരികെ നൽകുകയും വേണം. ഇത്തരം കാര്യങ്ങളൊന്നും നടക്കുന്നത് നിയമപരമായിട്ടല്ല. ഈ നടക്കുന്ന കാര്യങ്ങൾ പോലീസിനും ഗവൺമെന്റിനൊക്കെ അറിയാമെങ്കിലും ഇതിനെതിരെ പരാതികൾ ലഭിക്കാത്തതുകൊണ്ട് തന്നെ നിയമ നടപടികൾ സാധാരണ ഉണ്ടാവാറുമില്ല.